നമസ്കാരം. വിഷ്ണുവാണ്. നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഒരു അറിയിപ്പുണ്ടായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം പോലെ തന്നെ ഒരു എക്സാം ആയിരിക്കും. കഴിഞ്ഞ വർഷം പോലെ തന്നെ അതിനേക്കാൾ മുന്നിൽ ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാവും. A+ന്റെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. എന്തായാലും സ്ട്രിക്റ്റ് ആയിട്ടും സ്ട്രെസ് ആയിട്ടും കുട്ടികൾക്ക് ഓവർ സ്ട്രെസ് ആയിട്ടുള്ള സംഭവമൊന്നും വിദ്യാഭ്യാസ വകുപ്പിന്റെ അടുത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എപ്പോഴും നമ്മൾ പറയുന്നതാണ്. മക്കൾ മനസ്സിലാക്കേണ്ടത് ഓരോ ഓൺലൈൻ മീഡിയയിൽ വന്നിട്ട് ഓരോ ഓൺലൈൻ അധ്യാപകർ നിങ്ങളോട് പറയും, നിങ്ങളുടെ സ്ട്രെസ്സാണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഈ കുട്ടികളെ പരീക്ഷിക്കാൻ പാടില്ലായിരുന്നു, ഈ കുട്ടികൾ നിങ്ങൾ അത് കേട്ട് തുള്ളാൻ നിൽക്കേണ്ടിയിരുന്നില്ല. നിങ്ങൾക്ക് തുടക്കം മുതലേ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് പഠിക്കാനാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ട് നിങ്ങൾ മാനസികമായിട്ട് ഡിപ്രഷന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് A+ കിട്ടും. അത്രേ ഉള്ളൂ. നിങ്ങൾ വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് A+ കിട്ടും. അതിൽ 10%, 20%, 50% ഒന്നുമില്ല. നിങ്ങൾ വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് A+ കിട്ടും. അത് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ. പാറ്റേണിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്ക്, അതായത് ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് A+, അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. നിങ്ങൾ മക്കൾ ആലോചിച്ച് നോക്കുക. വർക്ക് ചെയ്ത കുട്ടികൾക്ക്, കഷ്ടപ്പെടുന്ന കുട്ടികൾക്ക്, നന്നായിട്ട് എഫേർട്ട് എടുക്കുന്ന കുട്ടികൾക്ക് അത് അർഹിച്ച അംഗീകാരമായിട്ട് A+ കിട്ടും. അതിനൊരു വാല്യൂ ഉണ്ട് അല്ലെ? അതിനൊരു വാല്യൂ ഉണ്ട്. അല്ലാതെ ഒന്നും വർക്ക് ചെയ്യാതെ എങ്ങനെയൊക്കെ തട്ടിമുട്ടി പോയിട്ട് ലാസ്റ്റ് സമയത്ത് ഒന്നും തിരിഞ്ഞു നോക്കാതെ പരീക്ഷ സീരിയസ് ആയി കാണാത്ത കുട്ടികൾക്ക് A+ ആണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ A+ന് വാല്യൂ ഇല്ലാതാവും. അപ്പോൾ മക്കൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ ദിവസങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക, പരീക്ഷ അടുപ്പിച്ച് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടും. സിമ്പിളാണ്. 10ാം ക്ലാസ് നിങ്ങൾ +1 +2 എത്തുമ്പോൾ മനസ്സിലാവും എത്രയോ സിമ്പിൾ ആയിരുന്നു 10ാം ക്ലാസ് എന്നുള്ളത്. അപ്പോൾ 10ാം ക്ലാസ് നന്നായിട്ട് വർക്ക് ചെയ്യുക, നിങ്ങൾക്ക് A+ കിട്ടും. പിന്നെ ഒരു സംഭവം ഉണ്ടായിരുന്നു, A+ കിട്ടാൻ സാധ്യതയില്ലാത്ത കുട്ടിയോട് A+ കിട്ടും പറയുന്നത്. ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിയോട് നീ ജയിക്കൂല എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. ഒരു കുട്ടിയോട് അതിപ്പോൾ എത്ര വലിയ ഓട്ടക്കാരനൊക്കെ ഉണ്ടെങ്കിലും ആ കുട്ടിയോട് നീ ജയിക്കും, നീ നന്നായിട്ട് ഓടിയ നിനക്ക് കഴിയുന്നുള്ളത് തന്നെ പറയാം. അതിനാണ് എല്ലാവരും പറയാം, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും A+. ഇനി ഹാർഡ് വർക്ക് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ വേണ്ട, പക്ഷേ കിട്ടി റിസൾട്ട് വന്ന സമയത്ത് ഞാൻ ഒന്നും കൂടി ശ്രമിച്ചിരുന്നെങ്കിൽ എന്നുള്ളൊരു കുറ്റബോധം നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്നിട്ടാണ് എല്ലാ രക്ഷിതാക്കളായാലും അധ്യാപകരായാലും അല്ല നിങ്ങളെ പ്രിയപ്പെട്ടവരൊക്കെ നിങ്ങളോട് പറയുന്നത്, മാക്സിമം വർക്ക് ചെയ്യുക നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം വർക്ക് ചെയ്യുക, നിങ്ങൾക്ക് A+ കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്.